ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ബന്ധുഃ ആത്മാ ആത്മനഃ തസ്യ യേന ആത്മാ ഏവ ആത്മനാ ജിതഃ അനാത്മനഃ തു ശത്രുത്വേ വർത്തേത ആത്മാ ഏവ ശത്രുവത്. ബന്ധുഃ ആത്മാ ആത്മനഃ, ആത്മാവിനെ ആത്മാവ് തന്നെയാണ് ബന്ധു. യേന ആത്മാ ഏവ ആത്മനാജിതഃ, ഏതൊരാളാണോ ആത്മാവിനെ കൊണ്ട് ആത്മാവിന് ജയിച്ചിട്ടുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആത്മാവിന് ആത്മാവ് തന്നെയാണ് ബന്ധു. അനാത്മനഃ തു ശത്രുത്വേ വർത്തേത ആത്മാ ഏവ ശത്രുവത്. അനാത്മന എന്ന് പറഞ്ഞാൽ ഏതൊരു ആൾക്കാണോ അയാളുടെ ആത്മാവിനെ ജയിക്കാൻ കഴിയാതിരിക്കുന്നത് അയാളുടെ ഉള്ളിൽ വർത്തേത ആത്മാ ഏവ ശത്രുവത്, അയാളുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് അയാൾക്ക് ശത്രുവായും നിലകൊള്ളുന്നത്. ഇവിടെ ഈ ആത്മാ എന്ന പദം പലതവണ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നമുക്കതിൽ വ്യക്തത കിട്ടാൻ ഒരു വിഷമം തോന്നാം. കുറച്ചുകൂടി ലഘുവായിട്ട് പറഞ്ഞാൽ, ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സ് നമ്മളെ ഓരോന്നും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഏതൊന്ന് ചെയ്യുമ്പോഴും അതിനു മുൻപായിട്ട് നമ്മളുടെ മനസ്സ് ആ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ചെയ്യാവുന്നതാണോ അല്ലയോ എന്ന് നമ്മളെ ഒരു ഉദ്ബോധനം തരുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ചില അവസരങ്ങളിൽ ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യാൻ പോകുന്നത് അത് അരുതാത്തതാണ് എന്ന് കണ്ടിട്ട് നമ്മൾ സ്വയം നമ്മളെ തന്നെ വിലക്കാറുമുണ്ട്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങളാണെന്ന് മനസ്സിലാകുമ്പോൾ അത് വളരെയധികം ഊർജ്ജത്തോടുകൂടി ചെയ്യുവാനുള്ള ഉത്സാഹവും നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പൊരുൾ എന്താണെന്ന് ചിന്തിച്ചാൽ, ഒരു ധർമ്മബോധത്തോടു കൂടി നമ്മുടെ ഉള്ളിൽ വർത്തിക്കുന്ന മനസ്സ്, ആ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ശരിയായി ഭവിക്കുന്നു. തിരിച്ച് നമ്മളുടെ മനസ്സിനെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് ഏതെല്ലാം കർമ്മങ്ങൾ നമ്മളാൽ ചെയ്യപ്പെടുന്നുവോ അതെല്ലാം നമുക്ക് ദുഃഖഫലങ്ങളെ ഉണ്ടാക്കി തരുന്നു, അല്ലെങ്കിൽ അധർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് പ്രേരിതമാകുന്നു. ഒരാൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സ്വയം മനസ്സിൽ ഉറച്ചുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു നല്ല മനസ്സോടുകൂടി. അയാളുടെ മനസ്സാണ് അയാളെ നന്മയിലേക്ക് ഉയർത്തുന്നത്, അത് അയാളുടെ ബന്ധുവാകും. ഇനി ആ സഹായിക്കണമെന്ന് കരുതിയിരിക്കുന്ന സഹായം ചെയ്യാൻ പോകുമ്പോഴാണ് ഇയാൾക്ക് തോന്നുന്നത്, ഞാനിത് ചെയ്യേണ്ട കാര്യമില്ല, അയാളിത് അർഹിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ആ സൽക്കർമ്മത്തിൽ നമ്മൾ പിൻവലിയുകയാണെങ്കിൽ അപ്രകാരം നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആ മനസ്സ് തന്നെയാണ് നമുക്ക് ശത്രുവായിട്ടും ഉള്ളത്. അപ്പോൾ നമ്മളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും നമ്മൾ തന്നെയാണ്. അതാണ് മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്, ഉദ്ധരേത് ആത്മനാ ആത്മാനം. നമ്മൾ സ്വയം നമ്മളെ തന്നെ ഉയർത്തണം. ന ആത്മാനം അവസാദയേത്, ഒരിക്കലും നമ്മളെ തന്നെ
താഴ്ന്നു പോകാനായിട്ട് അനുവദിക്കരുത് എന്ന് പറയുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ നാരായണീയത്തിൽ അല്ലെങ്കിൽ ഭാഗവതത്തിൽ നളകൂപര മണിഗിരിവന്മാരുടെ ശാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഈ നളകൂപരനും മണിഗിരിവനും മദ്യം സേവിച്ച് മതോന്മത്തരായിട്ട് ഗന്ധർവ സ്ത്രീകളുമായിട്ട് രമിക്കുന്നു, ജലക്രീഡ ചെയ്യുന്ന അവസരത്തിൽ നാരദമുനി വന്ന് കാണുന്നു. ഈ നാരദമുനിയെ കണ്ടപ്പോൾ തന്നെ ആ നാരീജനങ്ങളെല്ലാം പേടിച്ചവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഉടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ മതോന്മത്തരായി നിൽക്കുന്ന നളകൂപരനും മണിഗ്രീവനും അതിനുപോലും തയ്യാറായില്ല. ഇനിയിപ്പോൾ നാരദമുനി ഞങ്ങളെ ഇപ്രകാരം കണ്ടാലെന്താ എന്നുള്ള ചിന്തയോടുകൂടി അങ്ങനെ തന്നെ നിന്നു. അപ്പോഴാണ് നാരദമുനി ഇവരെ ശപിച്ച് മരുതുമരങ്ങളാക്കുന്നത് എന്ന് ആ കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ആളെ ഇതുപോലെ മഹത്തുക്കൾ ശപിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾ കുകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അയാളുടെ ആത്മാവിനെ സ്വയം വളരെ അഗാധമായ തലങ്ങളിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മഹത്തുക്കളായ ആളുകളുടെ ദൃഷ്ടിയിൽ ആ കർമ്മം ശരിയല്ല, അതവനെ വളരെ താഴത്തേക്ക് പതിപ്പിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കൊരു ശാപം കൊടുത്ത് അവരെ ആ അവസ്ഥയിൽ നിന്ന് വീണ്ടും താഴോട്ട് പോകുന്നതിൽ നിന്ന് രക്ഷിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മളും ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് കൂടുതൽ കുകർമ്മങ്ങൾ ആചരിച്ചുകൊണ്ട് മോശമായ ഫലങ്ങളിലേക്ക്, അതിൻ്റെ അനുഭവങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വയം തിരുത്തുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ തിരുത്തുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അധർമ്മങ്ങൾ ചെയ്തു കൂട്ടും, അതിൻ്റെ എല്ലാം പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായും വരും. ഒരു കർമ്മങ്ങൾക്കും കൃത്യമായ ഫലം ഇല്ലാതെ പോകുന്നില്ല. കർമ്മണൈവ ഹി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹന കർമ്മണോ ഗതിഹി എന്ന് ഗീതയിൽ പറയുന്നുമുണ്ട്. കർമ്മം വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്, അതിനനുസരിച്ച് ജീവിക്കേണ്ടതാണ്. ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. ഓരോ കർമ്മങ്ങളുടെയും ഫലങ്ങൾ എപ്രകാരമാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഉദാഹരണ സഹിതം പറയുന്നു. ആയിരക്കണക്കിന് ഗോക്കൾ നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു ഗോവത്സം അല്ലെങ്കിൽ പശുക്കുട്ടി അതിൻ്റെ അമ്മയെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നു എന്നാണ് പറയുന്നത്. അതുപോലെയാണ് കർമ്മഫലങ്ങൾ. നമ്മൾ ഏതേത് ശരീരത്തിൽ ഇരുന്നാലും ശരി, നമ്മൾ അനുഷ്ഠിച്ച കർമ്മങ്ങളാണോ ആ കർമ്മത്തിൻ്റെ ഫലങ്ങൾ നമ്മളാകുന്ന ജീവാത്മാവിനെ തേടി ഏത് ശരീരത്തിലായാലും എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ആ കർമ്മഫലം നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കാൻ. അതുകൊണ്ടാണ് സൂക്ഷ്മമായിട്ട് കർമ്മത്തെ അറിയണം എന്ന് പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മളെ തന്നെയാണ് ഉയർത്തുകയും നമ്മൾ നമ്മളെ തന്നെയാണ് താഴ്ത്തുകയും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരാൾക്കാണോ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നത്, മനോനിയന്ത്രണം ആർക്കാണോ സാധിക്കാതെ വരുന്നത്, അവർക്ക് അവരുടെ മനസ്സ് തന്നെയാണ് ശത്രുവായിട്ടിരിക്കുന്നത്. പക്ഷേ ആരുടെ മനസ്സാണോ അയാൾ സ്വയം നിയന്ത്രിച്ചിട്ടുള്ളത്, അയാൾക്ക് ആ മനസ്സ് തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് അല്ലെങ്കിൽ ബന്ധുവായിട്ടുള്ളത്. അപ്പോൾ ബന്ധുവും ശത്രുവും ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നാമേ പണിവത് നാകം നരകവും അതുപോലെ എന്ന് പാടിയിരിക്കുന്നത് പോലെ നമ്മളെ തന്നെയാണ് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്, മറ്റൊരാളല്ല. ശത്രു സദാസമയവും വർത്തിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, പുറത്തല്ല. നമ്മൾ മറ്റൊരു ആളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ എൻ്റെ ശത്രു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മളിലുള്ള ശത്രുവിനെ തന്നെ ആദ്യം കണ്ടെത്തുക, അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാജിതഃ അനാത്മനത്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാവമാനയോഃ. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു തഥാ മാന അവമാനയോഃ. ജിതാത്മനഃ പ്രശാന്തസ്യ,
മനസ്സിനെ ജയിച്ച് പ്രശാന്തനായവൻ, ശാന്തിയെ പ്രാപിച്ചവനാവട്ടെ പരമാത്മാ സമാഹിത, അയാളെ സംബന്ധിച്ചിടത്തോളം അന്തരാത്മാവ് സമഭാവത്തിൽ വർത്തിക്കുന്നു. എവിടെയെല്ലാം? ശീത ഉഷ്ണ സുഖ ദുഃഖേഷു. ശീതം തണുപ്പ്, ഉഷ്ണം ചൂട്. അപ്പോൾ ചൂടിലും തണുപ്പിലും, അതുപോലെ സുഖ ദുഃഖേഷു സുഖത്തിലും ദുഃഖത്തിലും, തഥാ അപ്രകാരം തന്നെ മാന അവമാനയോഹോ, മാനത്തിലും അവമാനത്തിലും ഒക്കെ. അപ്പോൾ ഈ 3 ദ്വന്ദ്വങ്ങളാണ് ഇവിടെ ഗീതോപദേശത്തിൽ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം, മാനം, അവമാനം. ഇത് രണ്ടും നമ്മുടെ ശാരീരികമായിട്ട് നമ്മളെ 2 ധ്രുവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ശീതമാകുമ്പോൾ നമ്മൾ തണുത്ത് വിറയ്ക്കും, ഉഷ്ണമാകുമ്പോൾ ചൂടുകൊണ്ട് നമ്മൾ അസഹനീയത അനുഭവിക്കും. അതുപോലെ സുഖമുണ്ടാകുമ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിക്കും, ദുഃഖമുണ്ടാകുമ്പോൾ മനസ്സുകൊണ്ട് ദുഃഖിക്കും. അതുപോലെ തന്നെ മാനം, ആരെങ്കിലും നമ്മളെ പ്രശംസിച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നും. അവർ തന്നെ നമ്മൾ അപമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ദുഃഖമോ ക്രോധമോ ദേഷ്യമോ എന്തെല്ലാമൊക്കെ തോന്നും. ഈ പറയുന്ന 2 ദ്വന്ദ്വങ്ങളിലും ഒരാളുടെ മനസ്സ് ശാന്തമായി നിൽക്കുന്ന അവസ്ഥ നേടുന്നുണ്ടെങ്കിൽ അയാളാണ് ജിതേന്ദ്രിയൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൽ ജയിച്ച് പ്രശാന്തനായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും മാന അവമാനങ്ങളിലും ഒക്കെ മനസ്സിനെ സമഭാവനയിൽ നിർത്തുവാനായിട്ട് അയാൾക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ള ആളെയാണ് യോഗാരൂഢൻ അല്ലെങ്കിൽ ജിതാത്മൻ അല്ലെങ്കിൽ പ്രശാന്തൻ എന്നെല്ലാം വിളിക്കുന്നത്, യോഗി എന്നെല്ലാം വിളിക്കുന്നത്. ലൗകികന്മാരായിരിക്കും നമുക്കെല്ലാം ഈ പ്രകാരം സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിൻ്റെ ഗ്രാഫ് പരിശോധിച്ചാൽ അത് മുകളിലേക്കും താഴേക്കും ഒക്കെ പോകും. എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും നമ്മളെ പ്രശംസിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പൊങ്ങും, അതുപോലെ ആരെങ്കിലും ഇകഴ്ത്തിയാൽ നമ്മൾ താഴുകയും ചെയ്യും. ഇതെല്ലാം എവിടെയാണ് അല്ലെങ്കിൽ ആരെയാണ് ബാധിക്കുന്നത് എന്ന് ഒരു യോഗി തിരിച്ചറിയുന്നു. നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും സമഭാവനയോട് നിൽക്കാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അയാളുടെ മനസ്സിനെ നന്നായി നിയന്ത്രിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാനാണ് ഇവിടെ ഭഗവാൻ നമ്മളെയൊക്കെ ഉപദേശിക്കുന്നത്. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖ ദുഃഖേഷു തഥാ മാനാവമാനയോഃ ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥഃ വിജിത ഇന്ദ്രിയഃ യുക്തഃ ഇതി ഉച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ, ജ്ഞാനം കൊണ്ടും വിജ്ഞാനം കൊണ്ടും ഒക്കെ തൃപ്തി നേടിയവൻ, സംതൃപ്തനും, കൂടസ്ഥഃ മനസ്സിൻ്റെ ചാഞ്ചല്യം എല്ലാം നിയന്ത്രിച്ചവനും, വിജിത ഇന്ദ്രിയഃ ഇന്ദ്രിയങ്ങളെ എല്ലാം ജയിക്കുവാൻ കഴിയുള്ളവനുമായ ഒരാൾ, യുക്തഃ ഇതി ഉച്യതേ യോഗി അയാളെ യോഗയുക്തൻ അല്ലെങ്കിൽ യോഗാരൂഢൻ എന്ന് പറയുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം സമലോഷ്ട അശ്മ കാഞ്ചനഃ അയാൾ മൺകട്ട കണ്ടാലും അശ്മ കല്ലിനെ കണ്ടാലും കാഞ്ചനഃ സ്വർണത്തെ കണ്ടാലും ഇത് 3ഉം അയാളെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. ഒന്നിൻ്റെയും വില മറ്റൊന്നിനേക്കാൾ കുറവോ കൂടുതലോ അല്ല. പക്ഷേ ലൗകികന്മാരായിരിക്കുന്ന നമുക്ക് സ്വർണവും കരിക്കട്ടയും ഒരുപോലെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. സ്വർണത്തിന് അതിൻ്റേതായ വിലയുണ്ട്, വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്ന് പറഞ്ഞതുപോലെ മറ്റതിനാണെങ്കിൽ യാതൊരു വിലയും കൽപ്പിക്കാത്ത വസ്തുക്കളാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളുടെ ഭൗതികതയുടെ അളവുകോൽ വെച്ച് നോക്കുമ്പോഴാണ് അങ്ങനെ. ഇനി ആത്മീയതയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ ധനം കൊണ്ടും ആത്മീയമായിട്ട് യാതൊന്നും നേടാനാവുന്നതല്ല. അല്ലെങ്കിൽ ആത്മീയതയുടെ
അളവുകോലല്ല ധനം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഭൗതികതയ്ക്ക് ഈ ധനം വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കയ്യിൽ ധനമില്ല എങ്കിൽ നമ്മൾ എവിടെ പോയാലും നമ്മളെ ആരും മാനിക്കുകയില്ല. അപ്രകാരമുള്ളൊരു ലോകത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അതേസമയം നമ്മളുടെ കയ്യിൽ യഥേഷ്ടം ധനമുണ്ട് എന്ന് വരികിൽ എവിടെ പോയാലും നമ്മളാണ് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം. പക്ഷേ നേരെ മറിച്ച് ആത്മീയതയുടെ അളവുകോൽ വെച്ച് നോക്കിയാൽ ഈ ധനം എന്ന് പറയുന്നത് യാതൊന്നും നേടിത്തരാത്ത ഒരു വസ്തുവാണ്. തന്നെയുമല്ല, സുധാമാവിൻ്റെ ചരിതം പറയുമ്പോൾ ഭാഗവതത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്, ദാരിദ്ര്യം പരം അഞ്ജനം. ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാം ഈശ്വരനെ വിളിക്കുന്നത്, ധനമുണ്ടാകുമ്പോഴല്ല. ധനമുണ്ടായിക്കഴിഞ്ഞാൽ ഈശ്വരനെ മറക്കും സാധാരണഗതിയിൽ മനുഷ്യർ. പക്ഷേ ദാരിദ്ര്യമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ, വിഷമതകൾ ഉണ്ടാകുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഈശ്വരനെ സ്മരിക്കും. ഭാഗവതത്തിൽ കുന്തി സ്തുതിയിൽ കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുന്നതും അങ്ങനെ തന്നെയാണ്. എനിക്ക് വിപദസന്തു ന ശശ്വത് തത്ര തത്ര ജഗദ്ഗുരു ഭവതോ ദർശനം യത് സ്യാത് അപുനർഭവ ദർശനം. വിപദഃ സന്തു ന ശശ്വത്. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും ദുഃഖം ഉണ്ടാവട്ടെ ഭഗവാന്, അപ്പോഴല്ലേ ഞങ്ങൾക്ക് അങ്ങയുടെ അപുനർഭവ ദർശനം, പുനർജന്മത്തെ ഇല്ലാതാക്കുന്നതായ അങ്ങയുടെ ദർശനം പ്രാപ്തമാവുകയുള്ളൂ. ആ ഭഗവാന്റെ ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആ ദർശനം ലഭിക്കണമെങ്കിൽ നിരന്തരം നമുക്ക് ആപത്തുകൾ ഉണ്ടാവണം എന്നാണ് അവിടെ കുന്തിദേവി പറയുന്നത്. പാണ്ഡവന്മാരുടെ കഥയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പഞ്ചപാണ്ഡവന്മാർക്കും അമ്മയായ കുന്തിക്കും പാഞ്ചാലിക്കുമെല്ലാം അഭിമുഖീകരിക്കേണ്ടി വന്നതായ കഷ്ടപ്പാടുകൾ എന്തെന്ന് ഒട്ടും വിഷമതയില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും ആവുന്നതല്ല. അത്രയേറെ കഷ്ടതകൾ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ആ കഥ കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ അവർ ഓരോ വിഷമതകളെയും തരണം ചെയ്യുമ്പോൾ അവിടെ ഭഗവാന്റേതായ ഒരു കരസ്പർശം നമുക്ക് കാണാനാവും. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ രംഗമായാൽ പോലും അവിടെ ആ പഞ്ചപാണ്ഡവന്മാരാകുന്ന വീരയോദ്ധാക്കൾ ഇരിക്കുന്ന നിറഞ്ഞ രാജസദസ്സിൽ വെച്ചിട്ട് വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്ന പാഞ്ചാലി കൃഷ്ണനെ വിളിച്ച് കരയുമ്പോൾ അവിടെ കൃഷ്ണൻ്റെ അനുഗ്രഹ ആശിസ്സുകൾ എത്തുന്നത് കൊണ്ടാണ് അവിടെ പാഞ്ചാലിക്ക് രക്ഷ നേടാൻ സാധിക്കുന്നത്. അപ്പോൾ ശൗര്യമോ വീര്യമോ ഒന്നുമല്ല അവിടെ രക്ഷകനായിട്ട് വന്നത്, അവിടെ അനന്യമായ ഭക്തി തന്നെയാണ്. അത് ഗീതയിൽ 9-ാം അധ്യായത്തിൽ 22-ാം ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഭഗവാൻ പറയുന്നുണ്ട്, അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആർക്കാണോ എന്നിൽ നിരന്തരമായ ഭക്തിയുള്ളത് ഞാൻ അവർക്ക് വേണ്ടതായ യോഗത്തെയും ക്ഷേമത്തെയും ഒക്കെ നൽകുക തന്നെ ചെയ്യും എന്ന് വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുമുണ്ട്. അപ്പോൾ എല്ലാ പ്രകാരത്തിലും നമുക്ക് ശ്രേഷ്ഠമായ ജ്ഞാനവും അതിൻ്റേതായ വിജ്ഞാനവും ഒക്കെ നേടിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിൻ്റെ ചാഞ്ചല്യം എല്ലാം ശമിപ്പിച്ച് ഇന്ദ്രിയങ്ങളൊക്കെ ജയിക്കാൻ സാധിച്ച ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മൺകട്ടയായാലും കരിക്കട്ടയായാലും സ്വർണമായാലും ഒക്കെ ഒരേ രീതിയിൽ കാണാനേ കഴിയുകയുള്ളൂ. അതാണ് യോഗിയുടെ ആ അവസ്ഥയെ പ്രാപിച്ചാലുള്ള മനസ്സിൻ്റെ വ്യത്യാസം. ഭൗതികനാണെങ്കിൽ അതിനെല്ലാം വളരെയധികം വില നൽകുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും. പക്ഷേ ഒരു യോഗിയാണെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നേടാനൊന്നുമില്ല തൻ്റെ യോഗമാർഗത്തിൽ എന്ന് തിരിച്ചറിയുന്നു. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ സുഹൃന്മിത്രാരുദാസീന മധ്യസ്ഥദ്വേഷ്യബന്ധുഷു
സാധുഷ്വഭിജ പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. സുഹൃത്ത്, മിത്ര, അരി, ഉദാസീന, മധ്യസ്ഥ, ദ്വേഷ്യ, ബന്ധുഷു സാധുഷു അഭിജ പാപേഷു സമബുദ്ധി വിശിഷ്യതേ. ഇവിടെ പല തരത്തിലുള്ള ആളുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ചിലർ സുഹൃത്തുക്കളാണ്, ചിലർ മിത്രങ്ങളാണ്, ചിലർ അരികളാണ്, ശത്രുക്കളാണ്, ചിലർ ഉദാസീനരാണ്, ചിലർ മധ്യസ്ഥരാണ്, സുഹൃത്തോ മിത്രമോ ശത്രുവോ ഒന്നുമല്ലാത്തവരാണ്, ചിലർ ശത്രുഭാവത്തിലുള്ളയാളാണ്, മറ്റു ചിലർ ബന്ധു അങ്ങനെയുള്ള ഭാവത്തിലുള്ളവരുമാണ്. ഇനി കൂടാതെ സാധുക്കൾ ആയിട്ടുള്ളവരുണ്ട്, പിന്നെ നിരന്തരം പാപകർമ്മങ്ങൾ ചെയ്യുന്ന പാപികളും ഒക്കെയുണ്ട്. ഇവരെല്ലാം കാണുമ്പോൾ യോഗാവസ്ഥയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ യോഗാരൂഢനായി നിൽക്കുന്ന ഒരാൾ ഏത് രീതിയിലാണ് അവരെല്ലാം കാണുന്നത് എന്ന് ചോദിച്ചാൽ സമബുദ്ധി വിശിഷ്യതേ. അവരെയൊക്കെ സമബുദ്ധിയായിട്ട് കാണാൻ കഴിയുന്ന ഒരാളാണ് വിശിഷ്ടൻ അല്ലെങ്കിൽ യോഗിയായിരിക്കുന്നത്. നമ്മൾ നിത്യവും ഇടപഴകുന്ന ആളുകളെ ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ചിലരോടെല്ലാം നമുക്ക് പ്രത്യേകമായൊരു സ്നേഹം, ചിലരോട് അത്രയും സ്നേഹമില്ല, എങ്കിലും കാണുമ്പോൾ കുശലങ്ങൾ ചോദിച്ച് പിരിയുന്നു. ഇനി മറ്റു വേണ്ടി നമ്മൾ എന്തും ചെയ്യാനായിട്ടും തയ്യാറാവുന്നു. അത്രയേറെ അവരോട് ആരാധനാഭാവം ഉണ്ടാവുന്നു. വേറെ ചിലരാണെങ്കിലോ അവർക്ക് സാമ്പത്തികമായിട്ടും അവരുടെ അനുഭവങ്ങൾ നിമിത്തമൊക്കെ വളരെ വിഷമാവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. അവരെയൊക്കെ സഹായിക്കണം തോന്നിയേക്കാം. മറ്റു ചിലരാവട്ടെ നിരന്തരമായിട്ട് ഘോരമായ കർമ്മങ്ങൾ, പാപകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ, അവരിൽ നിന്ന് ദൂരം പാലിക്കണം എന്ന് ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ പലരെയും കാണുമ്പോൾ പല രീതിയിലാണ് നമ്മളെല്ലാം പെരുമാറാറുള്ളത്. പക്ഷേ ഒരു യോഗാരൂഢനായിരിക്കുന്ന യോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യം ഈശ്വരൻ്റേതാണ് എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അവരോടെല്ലാം സമഭാവനയോടുകൂടി പെരുമാറാനേ ആ യോഗിക്ക് സാധ്യമാവുകയുള്ളൂ. കാരണം ഏതൊരു ജീവജാലങ്ങളുടെ ഉള്ളിലും കുടികൊള്ളുന്ന ചൈതന്യം ഈശ്വരനാണ് എന്ന് കണ്ടാൽ, മനസ്സിലായാൽ അവരെല്ലാം തന്നെപ്പോലെ തന്നെ ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ, ആരാധിക്കാൻ ഒക്കെയേ അയാൾക്ക് സാധിക്കുകയുള്ളൂ. ആരോടും യാതൊന്നിനും പ്രത്യേകമായ സ്നേഹമോ പ്രത്യേകമായ ദേഷ്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള നിന്ദാഭാവമോ ഒന്നും കാണിക്കുവാനായിട്ട് അവർക്കാവുകയില്ല. കാരണം തൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് മറ്റുള്ളയാളുടെ അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളുടെ ഉള്ളിലിരിക്കുന്നതും എന്ന് മനസ്സിലാക്കുന്ന യോഗിക്ക് തന്നെ ഏത് പ്രകാരം താൻ തന്നെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരോടും കാണിക്കാനായിട്ട് ശ്രമിക്കും. അതേ അവർക്ക് ചെയ്യാനാവുകയുള്ളൂ. ഇപ്പോൾ ഭാഗവതത്തിൽ ജഡഭരതൻ്റെ കഥ പറയുന്നുണ്ട്. അവിടെ രഘുഗണൻ എന്ന് പറയുന്ന രാജാവിൻ്റെ രഥം ചുമക്കാനുള്ള ഒരു നിയോഗം ലഭിക്കുന്ന ഈ ജഡഭരതൻ തൻ്റെ പാദസ്പർശം കൊണ്ട് ഏതെങ്കിലും ക്ഷുദ്രജീവികൾ, ചെറിയ ജീവികളൊക്കെ കൊല്ലപ്പെടരുത് എന്ന് കരുതിയിട്ട് വളരെ പതുക്കെ നടന്നു പോകുമ്പോൾ അവിടെ ഈ രഘുഗണൻ എന്ന രാജാവ് ജഡഭരതനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള ഒരു ദിനചര്യയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഭരതൻ എന്ന് പറയുന്ന രാജർഷി തൻ്റെ സാന്നിധ്യം കൊണ്ടുപോലും ഒരു ജീവജാലങ്ങൾക്കും ദുഃഖമുണ്ടാവുകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആ കഥയും എല്ലാം നമ്മൾ കാണുന്നു. അതാണ് ആ യോഗമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരാളുടെ ലക്ഷണം എന്ന് പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നതും അപ്രകാരമുള്ള യോഗികളായി തീരണം. അവരെ സംബന്ധിച്ചിടത്തോളം ആരായാലും തനിക്ക് തുല്യനായിരിക്കുന്ന ഒരു ജീവാത്മാവ് തന്നെയാണ് ആ ശരീരത്തിലുമുള്ളത് എന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ അവർ എന്നേക്കാൾ ഉയർന്നതാണെന്നോ എന്നേക്കാൾ താഴെയാണെന്നോ എന്നുള്ള ആ ഭേദഭാവം അല്ല വേണ്ടത് എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. സുഹൃത് മിത്രാരുദാസീന മധ്യസ്ഥ ദ്വേഷബന്ധുഷു സാധുഷ്വഭിജ പാപേഷു സമബുദ്ധിർവിശിഷ്യതേ.
യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകി യതചിത്താത്മാ നിരാശീരപരിഗ്രഹഃ. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകി യതചിത്താത്മാ നിരാശീഃ അപരിഗ്രഹഃ. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസ്യസ്ഥിതഃ. ഒരു യോഗിയായിട്ടുള്ള ഒരാൾ രഹസ്യസ്ഥിതഃ, ഒരു വിജനമായ സ്ഥലത്ത് ഏകനായിട്ട് ഇരുന്നിട്ട് യുഞ്ജീത സതതം ആത്മാനം, തൻ്റെ അന്ധകരണത്തെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ അടക്കിയിട്ട് എപ്പോഴും മനസ്സിനെ തൻ്റെ ആത്മാവിൽ തന്നെ യോജിപ്പിച്ച് നിർത്തുന്നു. നിരാശീഹി അപരിഗ്രഹ, എല്ലാ ആശകളെയും ഉപേക്ഷിച്ച് അപരിഗ്രഹ, യാതൊന്നും സ്വീകരിക്കാത്തവനായിക്കൊണ്ട് ഉള്ള വ്രതം എല്ലാം എടുത്തുകൊണ്ട് മനസ്സിനെ സദാസമയം തന്നിൽ തന്നെ യോജിപ്പിച്ച് നിർത്തുന്നു. യോഗാരൂഢൻ അല്ലെങ്കിൽ യോഗിയായിരിക്കുന്ന ഒരാൾ വിജനമായ സ്ഥലത്ത് തനിയെ ഇരുന്നുകൊണ്ട് മനസ്സിനെയും അന്ധകരണങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നവനായിട്ട്, മനസ്സിൽ നിന്നുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ചവനായിട്ട്, ആരിൽ നിന്നും യാതൊന്നും സ്വീകരിക്കാതെ തനിക്കായി മറ്റൊന്നും കരുതി വയ്ക്കാത്തവനായിട്ട് എല്ലാ സമയവും തൻ്റെ മനസ്സിനെ ആ ആത്മചൈതന്യത്തിൽ പ്രവേശിപ്പിച്ച് നിർത്തുവാൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്തുവാൻ, യോജിപ്പിച്ച് നിർത്തുവാനും ഒക്കെ സാധിക്കുന്നവനാണ് യോഗി അല്ലെങ്കിൽ യോഗാരൂഢൻ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ നിരന്തരമായി ഉണ്ടാകുന്ന ആഗ്രഹങ്ങളാണ് നമ്മളെ അധ്യാത്മമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത്. പ്രായം കൂടുന്തോറും അനുഭവ സമ്പത്ത് കൂടുന്തോറും നമ്മളുടെ മനസ്സിൻ്റേതായ ഭൗതികങ്ങളായ ആഗ്രഹങ്ങളെയൊക്കെ പരിമിതപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാതെ യഥേഷ്ടം ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായാൻ തുടങ്ങിയാൽ 5 കുതിരകളെ കെട്ടിയ രഥം ഏത് പ്രകാരത്തിൽ പല ദിക്കുകളിലേക്ക് പായുന്നുവോ അതുപോലെയായിരിക്കും നമ്മൾ വിഷമത അനുഭവിക്കുന്നത്. നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ, അത് 5 ഇന്ദ്രിയങ്ങളും ആ 5 ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളിലേക്കായിട്ട് നമ്മളെ വലിച്ചു കൊണ്ടുപോകും. എന്നാലോ ഇതിലൊന്നുപോലും നമ്മളെ ഈശ്വരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതുമല്ല. ഇതെല്ലാം ഈശ്വരനിൽ നിന്ന് പുറമേക്ക് വലിച്ചുകൊണ്ട് പോകാനേ നമ്മളെ സഹായിക്കുകയുള്ളൂ, അല്ലാതെ അവരൊന്നും നമ്മളെ ഈശ്വരനിലേക്ക് എത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെല്ലാം ആദ്യം തിരിച്ചു പിടിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ നാരായണത്തിൽ ധ്യാനയോഗത്തിൽ പറയും ഏത് രീതിയിലാണ് ധ്യാനിക്കേണ്ടത് എന്ന്. ധ്യാനം തേ ശീലയേയം സമതനു സുഖബദ്ധാസനോ നാസികാഗ്രാന്യസ്താക്ഷ പൂരകാദ്യർജിത പവനപദ ചിത്തപത്മം ത്വാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിദുഷികിന സംവിചിന്യോപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധര ശ്യാമളം കോമളാംഗം. ധ്യാനം തേ ശീലയേയം, അങ്ങേ ധ്യാനിക്കുന്നത് ഞാൻ ഭഗവാനെ ഗുരുവായൂരപ്പ ശീലിച്ചോളാം. സമതനു, ശരീരത്തെ ഋജുവായി നേരെ നിർത്തിക്കൊണ്ട്. ദൃഢബദ്ധാസന നാസികാഗ്രേ നസ്താക്ഷ, ഒരു ആസന വിശേഷത്തെ സ്വീകരിച്ചുകൊണ്ട് നാസികയുടെ മേലറ്റത്തിൽ നിസിക്കപ്പെട്ട അക്ഷങ്ങളോട് കൂടിയവനായിട്ട്. പൂരകാദ്യൈഹി ജിതപവനപദ ചിത്തപത്മം തു അവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വ. അപ്പോൾ ഈ ശ്വാസത്തിൻ്റെ ഗതിയെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പൂരക കുംഭക രേചകത്തിലൂടെ നിയന്ത്രിക്കുക. എന്നിട്ട് തൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ ഉള്ളിൽ ഇരിക്കുന്ന ആ ജീവചൈതന്യത്തെ കമിഴ്ന്നിരിക്കുന്ന താമരയായിട്ട് സങ്കല്പിക്കുന്ന, അതിനെ നിവർന്നിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് അതിൻ്റെ കർണികയിൽ അഗ്നിയും സൂര്യനും ചന്ദ്രനും ഒക്കെ ഇരിക്കുന്നതായി സങ്കല്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ധ്യാനിക്കപ്പെടേണ്ടതായ ആ ഈശ്വര രൂപത്തെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ധ്യാനിച്ചു കൊള്ളാം എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ
ധ്യാനിക്കേണ്ടത് അപ്രകാരം നമ്മളിലേക്ക് തന്നെ മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ ദർശിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടാണ് ധ്യാനം ശീലിക്കാം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ സദാസമയവും നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളെയും നമ്മളിലേക്ക് തന്നെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ യഥേഷ്ടം അതിൻ്റെ സുഖത്തിന് പിന്നാലെ പായാൻ വിടാതെ അവയൊക്കെ തിരിച്ചു പിടിച്ച് അതിനെല്ലാം അവിടെ അടക്കി നിർത്തിയിട്ട് മനസ്സിനെ തൻ്റെ ആത്മചൈതന്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഏതൊരു ദേവതയെയാണോ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ദേവതയെ ഈ പറഞ്ഞ മനസ്സാകുന്ന ആ പത്മത്തിൽ ഇരിക്കുന്ന സൂര്യചന്ദ്രന്മാരോടും അഗ്നിയോടും ഒക്കെ ചേർന്നിരിക്കുന്നതായ ആ ധ്യാന രൂപത്തെ അവിടെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുക എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ബാഹ്യമായ എല്ലാ വ്യാപാരങ്ങളും മനസ്സിൽ നിന്ന് പുറമെ നിർത്തിക്കൊണ്ടാവണം ഇതെല്ലാം ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസിസ്ഥിതഃ ഏകാകീ യത ചിത്താത്മാ നിരാശീര പരിഗ്രഹ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.